മൗലവി, നമുക്ക് ധാരാളം കത്തുകളാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ കത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ, വന്ന മെസ്സേജുകളൊക്കെ നോക്കുമ്പോൾ അധികവും ഈ പ്രാവശ്യം വന്നിട്ട്, സാധാരണ എല്ലാ പ്രാവശ്യം ഉണ്ടെങ്കിലും അധികമായി വന്നിട്ടുള്ളത്, ചോദ്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കില്ലെങ്കിലും അധികമായി വന്നിട്ടുള്ളത് അവിഹിതങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ നമുക്ക് എന്താണ് ഇങ്ങനൊരു ഉണ്ടായിട്ടുള്ളതെന്നൊരു സംശയം, ആമുഖമായി നമുക്ക് അങ്ങനെ ഒന്ന് സംസാരിച്ച് പോകാമെന്ന് വിചാരിക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇത് പൊതുവായൊരു മുഖവുര നമ്മളിതിനു വേണ്ടി പറയേണ്ടതുണ്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണണ്ടല്ലോ. ഈ പരസ്യങ്ങളെല്ലാം വലിയ കോടികൾ കൊടുത്തിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം ഈ പരസ്യങ്ങൾക്ക് ഫലമുണ്ട്. ഈ പരസ്യം നിരന്തരം കാണുമ്പോൾ എന്തു ചെയ്യും? വാങ്ങാൻ ഉദ്ദേശിക്കാത്തൊരു കസ്റ്റമർ പോലും വാങ്ങിപ്പോകുന്നു. എന്നാൽ ഇന്ന് ലോകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും അധികം പരസ്യം വ്യഭിചാരത്തിൻ്റെയും അവിഹിതത്തിൻ്റെതുമാണ്. നമ്മളെവിടെ നോക്കിയാലും എന്താണ്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയറിയാലും അതിൽ പുറത്തു നിന്നാലും വളരെയധികം കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് ശരിയായ വസ്ത്രധാരണങ്ങളില്ലാതെ പുറത്തിറങ്ങുന്ന ധാരാളം സഹോദരിമാരും, അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഈ സാഹചര്യങ്ങൾ നിരന്തരമായി ആളുകളെ എന്ത് ചെയ്യുന്നു? അവിഹിതങ്ങളിലേക്ക്, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ അവിഹിതങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം അവസരങ്ങളാണ്. അതായത് ജോലിയിടങ്ങളിൽ, അതേമാതിരി തന്നെ നമ്മുടെ കോളേജുകളിൽ, പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാലും അവിടെയൊക്കെ സ്ത്രീ പുരുഷന്മാർക്ക് ഇടപഴകാനുള്ള അവസരങ്ങൾ വളരെ വലുതാണ്. പിന്നെ അന്യരായ ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരു സ്ഥലത്ത് വെച്ച് കാണുക എന്ന് പറയുമ്പോൾ അത് ആളുകൾ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അവർക്ക് അടുത്ത് നിൽക്കുന്നതിലേറെ സൗകര്യത്തിൽ സംസാരിക്കാൻ ഫോണുകളിലൂടെ നിന്ന് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫോണിൻ്റെ ഉപയോഗങ്ങളിലൂടെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഈ അവിഹിതങ്ങളിലേക്ക് എത്തുന്നു. ചിലപ്പോൾ ഒന്നും വിചാരിക്കാത്തൊരു വ്യക്തിയായിരിക്കും, അയാൾക്കൊരു മിസ് കോൾ വരുന്നു, അല്ലെങ്കിൽ അയാളുടെ നമ്പറിലേക്ക് ഒരാൾ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ വിളിക്കുന്നു. ആ ആവശ്യം പിന്നെ ഒരു അവിഹിത ബന്ധത്തിലേക്ക് പരിണമിക്കുന്നു. ചിലപ്പോൾ ഒരാൾ ഒരു പ്രയാസം പറയുന്നു, ആ പ്രയാസത്തിന് പരിഹാരമുണ്ടാക്കുന്ന രൂപത്തിൽ ആ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും എന്താണ്, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ രൂപപ്പെട്ടു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. പിന്നെ ഒന്ന് കുടുംബ പരാജയങ്ങളാണ്. അതായത് വിജയകരമായ ഒരു ദാമ്പത്യം ആണിൽ നിന്ന് പെണ്ണിന് കിട്ടേണ്ടതും പെണ്ണിൽ നിന്ന് ആണിന് കിട്ടേണ്ടതുമായ മാനസിക ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാവാതെ വരുമ്പോഴും സ്വാഭാവികമായി അവിഹിതങ്ങളുടെ സാധ്യത കൂടുന്നു. പിന്നെ പൊതുവെ മനുഷ്യന് കുറേ ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതന്നെ മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും അവിഹിതങ്ങളിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർക്കൊരു റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ആളുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് എന്താണ്, ധാരാളം ആളുകൾ അവിഹിതങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിവാഹിതരും ആരും ഇതിൻ്റെ പരിസരത്തേക്ക് പോലും പോകില്ല. ഒന്നാമത്തെ പ്രശ്നം അഭിമാനമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അവിഹിതം ആരോപിക്കപ്പെട്ടാൽ പിന്നെ അയാളുടെ വ്യക്തിത്വം അതോടുകൂടെ എന്ത് ചെയ്തു? തീർന്നു. ഈ അപമാനം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞ വാക്ക് വസാ അസബീല, ഒരു മോശമായ വഴിയാണ്. ഇന്നഹും ഗൈറു മലൂമിൻ, സ്വന്തം ഇണകളിൽ മാത്രം ഈ ബന്ധങ്ങളെ പരിമിതപ്പെടുത്തുകയാണെങ്കിൽ അവർ ആക്ഷേപിക്കപ്പെടില്ല എന്നാണ്. വേറെ ആരുമായി ഏത് തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തിയാലും നമ്മളൊരു അന്യ സ്ത്രീയോ ഒരു അന്യ പുരുഷനോ ഒഴിഞ്ഞൊരു ഭാഗത്ത് സംസാരിക്കുന്നത്, ന്യായമായൊരു കാര്യത്തിന് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് വേറൊരാൾ കണ്ടാൽ സ്വാഭാവികമായും നമ്മളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അവിഹിതങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം, എത്രയോ കുടുംബപരമായും മതപരമായും അഭിമാനം നഷ്ടപ്പെടുന്നു. ഇവർക്ക് മക്കളുണ്ടെങ്കിൽ ഒരു മക്കളും എന്ത് ചെയ്യൂല? മാതാപിതാക്കളുടെ അവിഹിതത്തെ അംഗീകരിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ജീവിച്ചിരിക്കെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിതാവോ മാതാവോ ഇങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് പിന്നെ ആ ഉമ്മനെ ഉമ്മയായി കാണാൻ പറ്റില്ല, ആ വാപ്പനെ വാപ്പയായിട്ട് കാണാൻ പറ്റില്ല. അതോടുകൂടി എന്താ വെച്ചാൽ ആ മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെടുകയാണ്, വാപ്പ നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മറ്റൊരു നഷ്ടം. പിന്നെ മറ്റൊരു നഷ്ടം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഇരിക്കുകയാണ്, നമ്മളത് കഴിക്കാതെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത, നമുക്ക് അനുവദനീയമല്ലാത്ത എന്ത് ചെയ്യാണ്? ഭക്ഷണങ്ങളിലേക്ക് ദൂരെ നോക്കിയിരിക്കുക. ഈ ഭക്ഷണം നശിച്ചു പോവുക. എന്തൊരു മാത്രം ബുദ്ധിശൂന്യമാണിത്. അതായത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു ഭാര്യ, നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഒരു ഭാര്യയുണ്ട് ഇവിടെ, ഒരു ഭർത്താവുണ്ട് ഇവിടെ. അവരൊന്നിച്ചാണ് ഉറങ്ങുന്നത്, ഒന്നിച്ചാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു സ്ത്രീയുമായി എന്തൊക്കെ ഒരാൾക്ക് പറ്റുമോ അതെല്ലാം തൻ്റെ ഭാര്യയുമായി പറ്റും, ഭർത്താവുമായി പറ്റും. അതിനവസരം മുന്നിൽ കിടക്കുമ്പോൾ വെറുതെ 4 ഭാഗം നോക്കി ഫോൺ ചെയ്ത് ചാറ്റ് ചെയ്ത് അവ എന്തെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമോ? എന്നിട്ട് നടക്കൂ. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്, ഇയാൾക്ക് അയാളുടേതായ ഭാര്യയുണ്ട്, ഇവൾക്ക് ഭർത്താവുണ്ട്, മനസ്സിലായി? ആ ഭർത്താവിന് വേറെ ഭാര്യയുണ്ട്. ഈ കുടുംബങ്ങൾ മുഴുവൻ നശിക്കുക എന്നല്ലാതെ ഇവർക്ക് ഇത് എന്തെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമോ?
അപ്പോൾ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിലേറെയൊക്കെ വലിയ നഷ്ടമാണ് എന്താണ്? സ്വർഗം. സ്വർഗം. കാരണം കത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എണ്ണി പറയുന്ന വിശേഷണങ്ങൾ: നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും, അനാവശ്യങ്ങൾ തിരിഞ്ഞു കളയും. അതിൽ പറയുന്ന ഒരു കാര്യമാണ് ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. അപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഹജ്ജ് നിസ്കരിക്കുക, ജമാഅത്തിന് പോവുക, ദീനി പ്രവർത്തനത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവിഹിതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? സ്വർഗം കിട്ടാൻ പൂർണ്ണമായ നിബന്ധനകളും കാര്യങ്ങളും പാലിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മാത്രമല്ല, എത്രയോ കാലം ദീനിയായി നല്ല നിലക്ക് ജീവിച്ച ആളുകളുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ്? ഈ തിന്മയിലായി കഴിഞ്ഞാൽ അവർ ജീവിച്ചതിന് അർത്ഥമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്തെയാണ് എന്ത് ചെയ്യുക? വിലയിരുത്തുക. അപ്പോൾ 60-ാമത്തെ വയസ്സിലൊരാൾ മരിക്കുകയാണെങ്കിൽ 50 വയസ്സ് വരെ നല്ല ചിട്ടയോടെ ജീവിച്ച് 10 കൊല്ലം അവിഹിതങ്ങളുമായി ജീവിച്ചാൽ അയാളുടെ പര്യവസാനം എന്തായിരിക്കും? ചീത്ത പര്യവസാനം. അപ്പോൾ ഇത്രമാത്രം നഷ്ടങ്ങളുള്ള ഒരു കാര്യം, ഒരു ലാഭവും അതുകൊണ്ടില്ലാതെ അവരെന്ത് ചെയ്യാണ്? ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധം സമൂഹത്തിന് നൽകി ഇത് പരിഹരിച്ച് കൊണ്ടുവരാമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ അവിഹിതമാണ് കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഓരോന്ന് വായിക്കുമ്പോൾ അതാണ് നമുക്ക് വ്യക്തമാണ്.